സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള തേർഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അതായത് ബാറ്ററീസ്. നമുക്കറിയാം എന്താണ് ബാറ്ററി. ബാറ്ററി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more ഗാൽവനിക് സെൽസ് ഇൻ സീരീസ്. രണ്ടോ അതിലധികമോ ഗാൽവനിക് സെല്ലുകളെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് വിളിക്കുക. നമുക്കറിയാം ഗാൽവനിക് സെല്ല് അതിലെന്ത് ചെയ്യും? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ് ചെയ്യുക. അതായത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഗാൽവനിക് സെല്ലുകൾ രണ്ടോ അതിലധികമോ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് വിളിക്കുക. ഒരു യൂസ്ഫുൾ ആയ ബാറ്ററിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ആൻഡ് കോമ്പാക്റ്റ്. അതെന്തായിരിക്കണം? വെയിറ്റ് കുറഞ്ഞതായിരിക്കണം, എന്നാൽ വളരെ എഫിഷ്യൻസി കൂടിയതായിരിക്കണം. ഇറ്റ്സ് വോൾട്ടേജ് ഷുഡ് നോട്ട് വാരി അപ്രീഷ്യബിളി ഡ്യൂറിങ് ഇറ്റ്സ് യൂസ്. ഉപയോഗിക്കുന്ന സമയത്ത് വോൾട്ടേജ് ഇടക്കിടക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വാരി ചെയ്യാൻ പാടില്ല, വ്യത്യാസം വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ലോങ് ലാസ്റ്റിംഗ് ഈവൻ വെൻ ഇറ്റ് ഈസ് നോട്ട് ഇൻ യൂസ്. നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടെ ആ ബാറ്ററി ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? അത് നശിക്കാൻ പാടില്ല, ഒരുപാട് കാലം നിലനിൽക്കുന്നതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ലോങ് ലാസ്റ്റിംഗ് ഈവൻ വെൻ ഇറ്റ് ഈസ് നോട്ട് ഇൻ യൂസ്. ഉപയോഗിക്കുന്നില്ലെങ്കിൽ കൂടെ ഇതെന്തായിരിക്കണം? ഒരുപാട് കാലം നിലനിൽക്കുന്നതായിരിക്കണം. ഇതാണ് ഒരു യൂസ്ഫുൾ ബാറ്ററിയുടെ സവിശേഷതകൾ. ബാറ്ററി 2 ടൈപ്പാണുള്ളത്. ബാറ്ററി നമ്മൾ സെൽ എന്നും ഉപയോഗിക്കാം. സെല്ല് ബാറ്ററി ഒക്കെ സെയിം ആണ്. ബാറ്ററി 2 ടൈപ്പാണ്. ഒന്ന് പ്രൈമറി ബാറ്ററി, അതായത് പ്രൈമറി സെല്ല്. 2 സെക്കൻഡറി സെല്ല്. നമുക്ക് സാധാരണ എക്സാമിന് ചില എക്സാമ്പിളുകൾ തന്നിട്ട് അത് പ്രൈമറി സെൽ ഏതാണ്, സെക്കൻഡറി സെൽ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ചോദിക്കും. നമുക്ക് പഠിക്കാനുള്ളതിൽ പ്രൈമറി സെല്ലുകളായിട്ട് വരുന്നത് ഒന്ന് ഡ്രൈ സെല്ലാണ്. ഡ്രൈ സെൽ എന്ന് പറയുമ്പോൾ ലെക്ലാഞ്ചെ സെല്ലിൻ്റെ ഒരു കോമ്പാക്റ്റ് ഫോമാണെന്ത്? ഡ്രൈ സെൽ. അപ്പോൾ ഡ്രൈ സെൽ ഓർ ലെക്ലാഞ്ചെ സെൽ. പിന്നെ മെർക്കുറി സെല്ല്. അപ്പോൾ ഡ്രൈ സെല്ല് അതായത് ലെക്ലാഞ്ചെ സെൽ, പിന്നെ മെർക്കുറി സെല്ല്. ഈ രണ്ടും പ്രൈമറി സെല്ലിന് എക്സാമ്പിളാണ്. സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ നോക്ക്. ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അതുപോലെ തന്നെ നിക്കൽ കാഡ്മിയം സെല്ല്. സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം സെല്ല്. ഇനി നമുക്ക് എന്താണ് പ്രൈമറി ബാറ്ററി എന്ന് നോക്കാം. പ്രൈമറി ബാറ്ററീസ് after their use over a period of time become dead and the cell reaction is completed and this cannot be reused again. അതായത് പ്രൈമറി ബാറ്ററി എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കാലം അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ഡെഡായിട്ട് മാറുന്നു. അതായത് റിയാക്ഷൻ, സെൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് നോട്ട് റീചാർജബിൾ ആൻഡ് നോൺ റീയൂസബിൾ. റീചാർജ് ചെയ്യാൻ കഴിയില്ല, പിന്നീട് ഉപയോഗിക്കാനും കഴിയില്ല. ആ ബാറ്ററിയാണ് നമ്മൾ പ്രൈമറി ബാറ്ററി എന്ന് വിളിക്കുക. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഡ്രൈ സെൽ ഓർ ലെക്ലാഞ്ചെ സെൽ, അതേപോലെ തന്നെ മെർക്കുറി സെല്ല്. ഇനി നമുക്ക് ഫസ്റ്റ് ഡ്രൈ സെൽ എങ്ങനെ നിർമ്മിക്കാം. ഡ്രൈ സെൽ ഓർ ലെക്ലാഞ്ചെ സെൽ, അതിൻ്റെ കമ്പോണൻറ്റുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ ബാറ്ററി എന്നുള്ള ഏരിയ പഠിക്കുമ്പോൾ, ഇപ്പോൾ 4 ടൈപ്പ് ബാറ്ററിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാറ്ററി പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആനോഡിലുള്ള റിയാക്ഷൻ, ക്യാഥോഡിലുള്ള റിയാക്ഷൻ, ദെൻ അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്, അവിടെ നിന്ന് കിട്ടാവുന്ന EMFൻ്റെ അളവ്. ഇതാണ് പ്രധാനപ്പെട്ട 4 പോയിന്റുകൾ. അപ്പോൾ ഡ്രൈ സെൽ ഓർ ലെക്ലാഞ്ചെ സെൽ അതിൻ്റെ കമ്പോണൻറ്റുകളാണ് ആനോഡ്, സിങ്ക് കണ്ടെയ്നർ, സിങ്കിൻ്റെ ഒരു പാത്രമാണ് അവിടെ ആനോഡായിട്ട് ഉപയോഗിക്കുക. ക്യാഥോഡായിട്ടോ എ കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ പൗഡേർഡ് MnO2 ആൻഡ് കാർബൺ. ഒരു കാർബണിൻ്റെ ഒരു ഇതുണ്ട്, കാർബണിൻ്റെ ഒരു റോഡ്,
അതിൻ്റെ ചുറ്റുഭാഗത്തുമായിട്ടുണ്ടായിരിക്കും മാംഗനീസ് ഡയോക്സൈഡിൻ്റെ പൗഡറും കാർബണും ഉണ്ടായിരിക്കും. അതാണ് എ കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ പൗഡേർഡ് മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് കാർബൺ. ഈ അവിടുത്തെ ഇലക്ട്രോലൈറ്റ് ആരാ നോക്ക്. ദ സ്പേസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ഈസ് ഫിൽഡ് ബൈ മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ഇലക്ട്രോഡിൻ്റെ ഇടയിലുള്ള സ്പേസ് നമ്മൾ എന്ത് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്? അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ: ആനോഡായിട്ട് സിങ്ക് കണ്ടെയ്നർ, കാഥോഡ് എ കാർബൺ റോഡ് സറൗണ്ടഡ് ബൈ പൗഡേർഡ് MnO2 ആൻഡ് കാർബൺ. പിന്നെ അതിൻ്റെ സ്പേസ് എങ്ങനെയാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്? ദ സ്പേസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ഈസ് ഫിൽഡ് ബൈ മോയിസ്റ്റ് പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ഡ്രൈ സെല്ലിൻ്റെ ഒരു ഫിഗർ, ഡ്രൈ സെൽ എങ്ങനെയാണെന്നുള്ളത് ഡയഗ്രാമാറ്റിക്കലായിട്ട് നമ്മൾ നോക്കുകയാണ്. നോക്ക്, ആ സെൻറ്ററിൽ കാർബൺ റോഡ് കാണാം, ദാറ്റ് ഈസ് കാഥോഡ്. പിന്നെ റെഡ് കളർ കൊണ്ട് കൊടുത്തിരിക്കുന്നത് സിങ്ക്, അതായത് ആനോഡ്. അതിൻ്റെ ഇടയിൽ പേസ്റ്റ് ചെയ്തിരിക്കുന്ന വസ്തു അത് നമുക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് പറയാം. MnO2 പ്ലസ് കാർബൺ ബ്ലാക്ക് പ്ലസ് അമോണിയം ക്ലോറൈഡ് പേസ്റ്റ്. ഇതാണ് ഡ്രൈ സെല്ലിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകൾ. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡ് റിയാക്ഷൻ നോക്കാം. ആനോഡിൽ നമുക്കറിയാം, ആനോഡിൽ എപ്പോഴും നടക്കുക ഓക്സിഡേഷനാണ്. അപ്പോൾ ആനോഡിൽ സിങ്ക് എന്തായിട്ട് മാറി? സിങ്ക് 2 പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ. കാഥോഡിലോ MnO2 പ്ലസ് NH4 പ്ലസ് പ്ലസ് ഇലക്ട്രോൺ. MnO2 പ്ലസ് NH4 പ്ലസ് അമോണിയം അയോൺ പ്ലസ് ഇലക്ട്രോൺ gives MnOOH പ്ലസ് NH3. MnOOH പ്ലസ് NH3. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓവറാൾ റിയാക്ഷനിലേക്ക് വരികയാണെങ്കിൽ Zn2 പ്ലസ് പ്ലസ് 4NH3 gives എന്തുവരും? Zn2 പ്ലസും NH3യും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു കോംപ്ലക്സ് ഉണ്ടാവും. Zn NH3 പ്ലസ് 2 ടെട്രാ അമീൻ സിങ്ക് 2 എന്നാണ് അതിൻ്റെ പേര്. അവിടുത്തെ EMF ഈ സെൽ എത്രയാണ് കിട്ടുക? 1.5 വോൾട്ട്. അപ്പോൾ ഡ്രൈ സെല്ലിൻ്റെ EMFൻ്റെ വാല്യൂ എത്രയാണ്? 1.5 വോൾട്ട്. അതിൻ്റെ യൂസസ് ഇൻ ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ക്ലോക്സ്. ട്രാൻസിസ്റ്ററുകളിലും ക്ലോക്കുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക ഡ്രൈ സെല്ലുകളാണ്. ഓക്കെ, അടുത്തത് മെർക്കുറി സെല്ല്. മെർക്കുറി സെല്ലിലെ ആനോഡ് സിങ്ക് അമാൽഗം. നമുക്കറിയാം, അമാൽഗം എന്ന് പറയുമ്പോൾ മെർക്കുറിയുടെ അലോയുടെ പേരാണെന്ത്? അമാൽഗം. മെർക്കുറി കൂടി ചേർന്നതാണ്. അപ്പോൾ അവിടുത്തെ ആനോഡായിട്ട് വരുന്നത് സിങ്ക് അമാൽഗം. കാഥോഡ് എ മിക്സർ ഓഫ് HgO ആൻഡ് കാർബൺ. എ മിക്സർ ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ. ഇലക്ട്രോലൈറ്റ് ആയിട്ട് എ പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. ഇലക്ട്രോലൈറ്റ് എ പേസ്റ്റ് ഓഫ് KOH ആൻഡ് ZnO, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. ദെൻ മെർക്കുറി സെല്ലിൻ്റെ ഒരു ഡയഗ്രാം അവിടെ വരച്ചിട്ടുണ്ട്, ബോർഡിലേക്ക് നോക്കാം. അപ്പോൾ ആനോഡായിട്ടുള്ള സിങ്ക് അമാൽഗം കാണാം. കാഥോഡായിട്ട് ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് മിക്സർ ഓഫ് മെർക്കുറിക് ഓക്സൈഡ് ആൻഡ് കാർബൺ. അതുപോലെ ഇലക്ട്രോലൈറ്റ് പേസ്റ്റ് ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. റിയാക്ഷൻ നോക്കാം. ആനോഡിൽ സിങ്ക് അമാൽഗം പ്ലസ് 2OH മൈനസ് gives ZnO പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺ. ആനോഡിൽ നമുക്കറിയാം ഓക്സിഡേഷനാണ് നടക്കുക. അപ്പോൾ സിങ്ക് ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു. ZnO എന്ന് പറയുമ്പോൾ +2 ആയിട്ട് മാറും. അപ്പോൾ Zn
Hg എന്ന് പറഞ്ഞാൽ സിങ്ക് അമാൽഗം പ്ലസ് 2OH മൈനസ് ഗീവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് 2 ഇലക്ട്രോൺ. കാഥോഡിൽ HgO പ്ലസ് H2O പ്ലസ് 2 ഇലക്ട്രോൺ gives Hg plus 2OH minus. കാഥോഡ് HgO plus H2O plus 2 electron gives Hg plus 2OH minus. ഓവറോൾ റിയാക്ഷൻ എഴുതുമ്പോൾ രണ്ട് ഭാഗത്തും അതായത് റിയാക്റ്റൻറ്റിലും പ്രോഡക്റ്റിലും ഒരേപോലത്തെ ടേം ഉണ്ടെങ്കിൽ നമ്മളവരെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഓവറോൾ റിയാക്ഷൻ എഴുതിയപ്പോൾ നമുക്ക് കിട്ടുക സിങ്ക് അമാൽഗം പ്ലസ് HgO gives ZnO പ്ലസ് Hg. അവിടുത്തെ EMF E0 സെൽ എത്രയാണ്? 1.35 വോൾട്ട്. 1.35 വോൾട്ട്. യൂസസ് എന്തിനാണ് മെർക്കുറി സെൽ ഉപയോഗിക്കുക? ഹിയറിംഗ് എയ്ഡ്സിൽ ഉപയോഗിക്കുക. ഹിയറിംഗ് എയ്ഡ്സ്, വാച്ചസ്, ക്യാമറാസ് എക്സെട്ര. ഹിയറിംഗ് എയ്ഡ്, വാച്ചുകൾ, ക്യാമറകൾ ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക മെർക്കുറി സെല്ലാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡറി ബാറ്ററികളെ പറ്റിയാണ്. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ സെക്കൻഡറി സെൽ ആഫ്റ്റർ ഇറ്റ്സ് യൂസ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് അഗെയിൻ. റീചാർജ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. അത്തരം സെല്ലുകളെയാണ് സെക്കൻഡറി സെല്ലുകൾ എന്ന് പറയാം. എ ഗുഡ് സെക്കൻഡറി സെൽ അണ്ടർഗോസ് എ ലാർജ് നമ്പർ ഓഫ് ഡിസ്ചാർജിങ് ആൻഡ് ചാർജിങ് സൈക്കിൾ. ഒരു നല്ലൊരു സെക്കൻഡറി സെല്ലാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം നമുക്കത് ചാർജ് ചെയ്യാനും അതിൽ നിന്ന് ഇലക്ട്രിസിറ്റിയെ ഡിസ്ചാർജ് ചെയ്യാനും കഴിയുന്നു. സെക്കൻഡറി സെൽ എക്സാമ്പിളാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ സെറ്റപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. ആനോഡ്, കാഥോഡ്, അതേപോലെ തന്നെ 38% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റ്. നോക്കാം, ആനോഡായിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? ഗ്രൂപ്പ് ഓഫ് ലെഡ് പ്ലേറ്റ്സ് ബിയറിംഗ് കംപ്രസ്ഡ് സ്പോഞ്ചി ലെഡ്. ഒരുപാട് ലെഡ് പ്ലേറ്റുകളാണ്, അവിടെ ഒരുപാട് എന്തുണ്ടാവും? സ്പോഞ്ചി ലെഡുകൾ കംപ്രസ് ചെയ്തിട്ടുള്ളതാണ്. ഗ്രൂപ്പ് ഓഫ് ലെഡ് പ്ലേറ്റ്സ്. കാഥോഡായിട്ട് എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ക്ഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ്. കാഥോഡായിട്ട് ഗ്രിഡ് ഓഫ് ലെഡിൻ്റെ ഒരു കഷ്ണം പാക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് വെച്ചിട്ട്? PbO2 ലെഡ് ഡയോക്സൈഡ് വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് 38% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. 38% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ആനോഡ് ലെഡാണ്. ഗ്രൂപ്പ് ഓഫ് ലെഡ് പ്ലേറ്റ്സ് ബിയറിംഗ് കംപ്രസ്ഡ് സ്പോഞ്ചി ലെഡ്. കാഥോഡ് എ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ക്ഡ് വിത്ത് PbO2. ഇലക്ട്രോലൈറ്റ് 38% സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. റിയാക്ഷൻ നോക്കാം. വെൻ ദ സെൽ ഡിസ്ചാർജസ് ഡ്യൂറിങ് ഇറ്റ്സ് യൂസ്. ഉപയോഗിക്കുന്ന സമയത്ത് സെല്ല് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചില ഫങ്ഷനുകളൊക്കെയാണ് നടക്കുക. ആനോഡിലെ റിയാക്ഷൻ ഏതാണ്? ലെഡ് Pb പ്ലസ് SO4 2-, അതായത് സൾഫ്യൂരിക് ആസിഡിൽ SO4 2- റിയാക്ട് ചെയ്ത് PbSO4 പ്ലസ് 2 ഇലക്ട്രോൺ. ആനോഡ് Pb പ്ലസ് SO4 2- ഗീവ്സ് PbSO4 പ്ലസ് 2 ഇലക്ട്രോൺ. കാഥോഡ് PbO2 പ്ലസ് SO4 2- പ്ലസ് 4H പ്ലസ് 2 ഇലക്ട്രോൺ gives PbSO4 പ്ലസ് 2H2O. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ കാഥോഡിലെ റിയാക്ഷൻ. കാഥോഡായിട്ട് നമ്മൾ എടുക്കുക PbO2 ആണ്. അപ്പോൾ PbO2 പ്ലസ് സൾഫ്യൂരിക് ആസിഡിലെ SO4 2- റിയാക്ട് ചെയ്തു. പ്ലസ് 4H പ്ലസ് 2 ഇലക്ട്രോൺ gives PbSO4 പ്ലസ് 2H2O. അപ്പോൾ ഓവറോൾ റിയാക്ഷൻ നമ്മൾ നോക്കുമ്പോൾ എന്താ കിട്ടുക? Pb പ്ലസ് PbO2 പ്ലസ്
2H2SO4 gives 2PbSO4 plus 2H2O. ഓവറാൾ റിയാക്ഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിയാക്റ്റൻ സൈഡിലുള്ള ആളുകളെ ഒന്നിച്ച് എഴുതുക, പ്രോഡക്റ്റ് സൈഡിലുള്ള സ്പീഷീസുകളെയും ഒന്നിച്ചെഴുതാം. അതിൻ്റെ ഇടയ്ക്ക് ഒരേപോലത്തെ ടേമുകൾ റിയാക്റ്റൻറ്റിലും പ്രോഡക്റ്റിലും വന്നാൽ നമുക്ക് അവരെന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കിട്ടിയ ഓവറാൾ റിയാക്ഷൻ ഓഫ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ് Pb plus PbO2 plus 2H2SO4 gives 2PbSO4 plus 2H2O. On charging the discharged battery, the above reaction is reversed. ചാർജ് ചെയ്യുമ്പോൾ ഈ റിയാക്ഷൻ റിവേഴ്സ് ആയിട്ട് നടക്കും. അപ്പോൾ PbSO4 on anode, cathode is converted to Pb and PbO2 respectively. In charging process, water is consumed, sulfuric acid is produced. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷനാണ്. ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ റിവേഴ്സ് റിയാക്ഷനാണ് നടക്കുക. അപ്പോൾ ചാർജിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് വാട്ടർ ഉപയോഗിക്കും, സൾഫ്യൂരിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്തപ്പോൾ നമ്മൾ എന്താ കണ്ടത്? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചു, വാട്ടർ പ്രൊഡ്യൂസ് ചെയ്തു. ചാർജ് ചെയ്യുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, വാട്ടർ ഈസ് കൺസ്യൂംഡ്, H2SO4 is produced. So lead storage cell can be represented as Pb bar PbSO4 salt bridge, H2SO4 bar PbO2 bar Pb. Uses: lead storage battery use ആണ് in automobiles and inverters. ഓട്ടോമൊബൈലുകളിലും വാഹനങ്ങളിലും ഇൻവെർട്ടറുകളിലൊക്കെ ഉപയോഗിക്കുക ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. ദെൻ സെക്കൻഡറി സെല്ലിലെ രണ്ടാമത്തെ എക്സാമ്പിളായിട്ട് നമ്മൾ എഴുതിയതാണ് നിക്കൽ കാഡ്മിയം സെല്ല്. നിക്കൽ കാഡ്മിയം സെല്ലിൻ്റെ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുക. ദിസ് സെൽ ഹാസ് ലോങ്ങർ ലൈഫ് ദാൻ ലെഡ് സ്റ്റോറേജ് സെൽ. ലെഡ് സ്റ്റോറേജ് സെല്ലിനേക്കാളും ലൈഫ് കൂടുതലാണ് നിക്കൽ കാഡ്മിയം സെല്ലിന്. അതിൻ്റെ ആനോഡ് കാഡ്മിയം CD, ആനോഡ് CD കാഡ്മിയം. ക്യാഥോഡ് ഹൈഡ്രേറ്റഡ് നിക്കൽ ഓക്സൈഡ് ഓൺ നിക്കൽ, ഹൈഡ്രേറ്റഡ് നിക്കൽ ഓക്സൈഡ്, ദാറ്റ് ഈസ് ക്യാഥോഡ്. ഇലക്ട്രോലൈറ്റ് aqueous solution of potassium hydroxide, aqueous solution of KOH is the electrolyte. നിക്കൽ കാഡ്മിയം സെല്ലിൻ്റെ ഓവറാൾ റിയാക്ഷൻ കാഡ്മിയം പ്ലസ് 2NiOH thrice, നിക്കൽ ഹൈഡ്രോക്സൈഡ് gives cadmium oxide plus 2NiOH twice plus H2O. CD plus 2NiOH thrice gives CDO plus 2NiOH twice plus H2O. നിക്കൽ കാഡ്മിയം സെല്ലുകളെ നമുക്ക് എവിടെ ഉപയോഗിക്കാം? ഇൻ കാൽക്കുലേറ്റേഴ്സ്, പോർട്ടബിൾ പവർ ടൂൾസ്. കാൽക്കുലേറ്ററുകളിലും പവർ ടൂളുകളിലൊക്കെ നമുക്ക് നിക്കൽ കാഡ്മിയം സെല്ല് ഉപയോഗിക്കാം.